ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സോഫ്റ്റ് സെമി സിൽക്കിൽ ഫുൾ ബോഡി ത്രെഡ് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. കോപ്പർ ജെറിയും ആ ഒരു സെൽഫ് വീവിലുമാണ് സാരിയിലെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. അതുകൂടാതെ സെൽഫ് കളറിലുള്ള സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ടുണ്ട്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു മെറൂൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. മെറൂണിൽ ആ മെറൂൺ ടോണിൽ തന്നെയുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരിക. അതുകൂടാതെ ഈ ഒരു സ്റ്റൈലിൽ കോപ്പർ ജെറി ആൻഡ് ആ ഒരു മെറൂണിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി പാറ്റേണും വരുന്നുണ്ട്. ഈ ഒരു ലുക്കിലായിരിക്കും സാരിയുടെ ബോഡിയിൽ ആ ഒരു സ്മോൾ മോട്ടീവ്സ് കോപ്പർ ജെറി ആൻഡ് ആ ഒരു മെറൂൺ ടോണിലായിരിക്കും, ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു വർക്ക് വരും. മുന്താണിയെല്ലാം സെയിം പാറ്റേൺ തന്നെ, ബോഡിയും പല്ലും എല്ലാം സെയിം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. നമുക്ക് 1 ലെയറിൽ ഡ്രേപ്പ് ചെയ്യാം സാരി. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. അതേ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സിൽ ഈ ഒരു ലുക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. കോപ്പർ ജെറിയിലുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ബ്ലൗസിൽ വരുന്നത്. ഇതായിരിക്കും സാരി വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരിക വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. സെയിം അതേ ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും വരുന്നത്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. പീകോ ഗ്രീൻ ആണ്. പീകോ ഗ്രീനിലും കോപ്പർ ജെറി ആൻഡ് പീകോ ഗ്രീനിലായിരിക്കും ആ ഒരു മോട്ടീവ്സ് വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ്. ഫുൾ ബോഡി വരിക വിത്തൗട്ട് ബോർഡർ. ബ്ലൗസ് വരുന്നത് പേർപ്പിളിലാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് സാരിയിൽ. അതിലും ആ ഒരു കോപ്പർ ജെറി ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും വരിക. നെക്സ്റ്റ് കളർ പീച്ചിഷ് പിങ്ക് ആണ്. ബേബി പിങ്കും പീച്ചും കൂടിയുള്ള ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിലും അതേ സ്റ്റൈൽ തന്നെ കോപ്പർ ആൻഡ് ആ ഒരു പീച്ചിഷ് പിങ്കിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്, സ്മോൾ ബുട്ടി വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അക്വാ ഗ്രീനിലാണ് ആ ഒരു കോപ്പർ ജെറി മോട്ടീവ്സിലുള്ള റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പീച്ചിഷ് പിങ്ക് ആൻഡ് അക്വാ ഗ്രീൻ നല്ലൊരു സോഫ്റ്റ് കോമ്പിനേഷനിലാണ് സാരി. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ജാമുൻ ഷെയ്ഡാണ്. ഞാവൽപ്പഴത്തിന്റെ കളറാണ് സാരിയുടെ ബോഡി. അതിലും അതേ കോപ്പർ ജെറിയിൽ തന്നെയായിരിക്കും മോട്ടീവ്സ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ വിത്തൗട്ട് ബോർഡർ. ഇതിന്റെ കോമ്പിനേഷൻ ബ്ലൗസ് വരുന്നത് പീകോ ഗ്രീനിലാണ്. ആ ഒരു കോപ്പർ ജെറി ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ സോഫ്റ്റ് മിൻ ഗ്രീൻ ആണ്. പിസ്ത ഗ്രീനും മിൻ ഗ്രീനും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ബോഡി വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെ കോപ്പർ ജെറിയിൽ തന്നെയായിരിക്കും. കോപ്പർ ജെറി ആൻഡ് ആ ഒരു പിസ്ത ഗ്രീനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിലും സോഫ്റ്റ് കളറിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ടോണിലായിരിക്കും. ലൈറ്റ് മൗവ് ടോണിലാണ്. ലാവൻഡർ ബ്ലെൻഡഡ് മൗവ് ടോണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളർ ലാവൻഡർ പിങ്ക് ആണ്. ലാവൻഡറും ബേബി പിങ്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സെയിം സ്റ്റൈലിൽ തന്നെ കോപ്പർ ജെറിയിൽ തന്നെയായിരിക്കും ഫുൾ ബോഡി ആ ഒരു വർക്ക് വരുന്നുണ്ട് വിത്തൗട്ട് ബോർഡർ. പിസ്ത ഗ്രീനിലാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ഗ്രേ ബ്ലെൻഡഡ് ബ്രൗൺ ആണ്. ഒരു കോൾഡ് കോഫി ബ്രൗൺ ഉണ്ടല്ലോ, ആ ഒരു ടോണാണ് സാരി വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്. ആ ഒരു കോപ്പർ ജെറിയും ഗ്രേയും കൂടിയാണ് ആ ഒരു മോട്ടീവ്സ് വരുന്നത്. കൂടാതെ ഗ്രേയിൽ തന്നെയുള്ള ബുട്ടി വർക്ക് വരുന്നുണ്ട് സാരിക്ക്. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ടോണാണ്. മെറൂണിലാണ് കോപ്പർ ജെറിയിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലുള്ള റണ്ണിങ് ബ്ലൗസ്. ഓഷ്യൻ ഗ്രീൻ ആണ്. അക്വാ ഗ്രീൻ ആണ് സാരിയുടെ കളർ വരുന്നത്. കോപ്പർ വിത്ത് അക്വാ ഗ്രീനിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു പീച്ചാണ്. പേസ്റ്റൽ പീച്ചിലാണ്. പീച്ചും പിങ്കും കൂടിയുള്ള നല്ലൊരു ഷെയ്ഡിലാണ് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വീണ്ടും ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതുവരെ ഒരു സർക്കുലർ പാറ്റേണിലായിരുന്നു കോപ്പർ ജെറിയിലുള്ള മോട്ടീവ്സ് വന്നത്. ഇത് വരുന്ന സ്ക്വയർ മോട്ടീവ്സ് ആണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. കോപ്പറിൽ തന്നെ കോപ്പർ ജെറി, ആ ബ്ലൗസിന്റെ കളറിലുള്ള അക്വാ ഗ്രീൻ ആൻഡ് ആ സാരിയുടെ ബോഡി കളർ, ഈ 3 കളർ ടോണിലായിരിക്കും. നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ്. ഒരു ട്രയാങ്കിൾ മോട്ടീവ്സ് വരുന്നുണ്ട്, സർക്കുലർ മോട്ടീവ്സും വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ഒരു വർക്ക് വന്നിട്ട് ഒരു സ്റ്റാറിന്റെ പാറ്റേണിലുള്ള മോട്ടീവ്സിലായിരിക്കും ബോഡിയിൽ ആ ഒരു സെൽഫ് വീവ് പാറ്റേൺസ് വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻസ്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ തന്നെ സാരി വരുന്നത്. ഒരു പീച്ചിഷ് പിങ്ക് സാരിയുടെ കളർ. ഫുൾ അതേ വർക്ക് തന്നെ വന്നിട്ട് അക്വാ ഗ്രീനിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൽ ആ കോപ്പർ ജെറിയിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. സെയിം അതേ വർക്ക് തന്നെ വരുന്നത്. അതേ ജോമെട്രിക്കൽ പാറ്റേണിൽ സ്ക്വയർ പാറ്റേണും ആ ഒരു കോപ്പർ ജെറിയിലുള്ള ട്രയാങ്കിൾ മോട്ടീവ്സിലും ആയിരിക്കും സാരി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ ബ്ലൗസ് വരുന്നത് പിസ്ത ഗ്രീനിലാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും റിവേഴ്സ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബോഡി വരുമ്പോൾ പിസ്ത ഗ്രീനിലാണ്. ബ്ലൗസ് വരുന്നത് ലാവൻഡറിലാണ് വരുന്നത്. ഇതിന് മുൻപത്തെ സാരി നേരെ തിരിച്ചായിരുന്നു. ഇതിൽ വരുമ്പോൾ അതേ പാറ്റേൺ തന്നെ, ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെയായിരിക്കും. ഫുൾ സാരിയിലും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ലാവൻഡറിലാണ് ആ ഒരു കോപ്പർ ജെറി ബുട്ടി വർക്കിലുള്ള വിത്ത് ബ്ലൗസ്.
ജാമുൻ ഷെയ്ഡാണ് സാരിയുടെ ബോഡി വരുന്നത്, ജാമുൻ ടോൺ ആണ്. സെയിം അതേ പാറ്റേൺ കോപ്പർ ജെറി ആൻഡ് ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പീക്കോ ഗ്രീൻ ആണ് ബ്ലൗസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോപ്പർ ജെറിയും പീക്കോ ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനിലായിരിക്കും സാരിയിൽ ആ ഒരു ജോമെട്രിക്കൽ ത്രെഡ് വി പാറ്റേൺ. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എല്ലാ സാരീസിനും ഹാഫ് പോർഷനിലായിരിക്കും. പീക്കോ ഗ്രീനിലാണ് കോപ്പർ ജെറി വുമൺ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ആ ഒരു ലൈറ്റ് ബ്രൗൺ ആണ്, കോൾ കോഫി ബ്രൗൺ ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ. പല്ലു വിത്ത് ബ്ലൗസ് ഡീപ്പസ്റ്റ് മെറൂണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അക്വ ഗ്രീനും പേസ്റ്റൽ പീച്ചും കൂടിയാണ് അടുത്ത സാരിയുടെ കോമ്പിനേഷൻ. പാറ്റേണും ത്രെഡ് വി പാറ്റേൺ എല്ലാം സെയിം തന്നെ, വിത്തൗട്ട് ബോർഡർ. പീച്ചിലാണ് ആ ഒരു കോപ്പർ ജെറിയിലുള്ള ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ അതേ വർക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ബ്ലൗസ് പീക്കോ ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. പീക്കോ ഗ്രീനിലും സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് പേർപ്പിളിലാണ്, ഡീപ്പസ്റ്റ് പേർപ്പിളിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ലാസ്റ്റ് സാരിയാണ്, ബേബി പിങ്ക് ആണ്, സോഫ്റ്റ് പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക വിത്ത് ബ്ലൗസ്.